ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു വീഡിയോ സെഷനിലേക്ക്, പുതിയൊരു ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അതിന്റെ മാറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി, പീരിയോഡിക് ടേബിളിന്റെ ചരിത്രം. ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, ആരാണ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ്? വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. വൺ ആൻഡ് ഓൺലി മെൻഡലിയേഫ്. ആരാണ് മക്കളെ? മെൻഡലിയേഫ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മെൻഡലിയേഫ് ഈ ഒരു പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ് മക്കളെ? അതും കൂടി പഠിച്ചു വെക്കുക. മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. മറന്നു പോരുതേ, മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലിയേഫ് എന്ത് ചെയ്തത്? അന്തകാലത്ത് പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ, റെഡി? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം കൺഫ്യൂഷൻ ആകാൻ ഒരുപാട് സാധ്യതയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടികയുടെ അല്ലെങ്കിൽ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൺ ആൻഡ് ഓൺലി ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി. പേര് മാറിപ്പോകരുത്, ചോദ്യം വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ നേരത്തെ പഠിച്ചത് പീരിയോഡിക് ടേബിളിന്റെ പിതാവ് അല്ലെങ്കിൽ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്നാണ്. ഇത് മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആധുനിക ആവർത്തന പട്ടികയെ നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത്, ഡിസൈൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി മോസ്ലി ആണ്. ഈ ഹെൻറി മോസ്ലി പീരിയോഡിക് ടേബിളിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പഠിച്ചു വെച്ചോളാം അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. മാറിപ്പോകരുത് മക്കളെ, അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. മെൻഡലിയേഫ് മാസ് നമ്പറിന്റെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ ഇവിടെ അറ്റോമിക് നമ്പറിന്റെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഹെൻറി മോസ്ലി എന്ത് ചെയ്തത്? ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ട്രയാഡ്സ് അല്ലെങ്കിൽ ത്രികങ്ങൾ. ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്, അനലോഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടക നിയമം കണ്ടെത്തിയത് ന്യൂലാൻഡ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ ആരാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എഴുതാം ഡൊബെ റൈനർ എന്നാണ്. ഡൊബെ റൈനർ. മാറിപ്പോരുത്, ഡൊബെ റൈനർ എന്ന് പറഞ്ഞിരിക്കുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ, റെഡി ആണല്ലോ? അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, ക്ലാസ് 8ന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇതാ വന്നിട്ടുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബാച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓണം എക്സാം മെറ്റീരിയൽസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ മുഴുവൻ കാര്യങ്ങൾ പഠിച്ച് ഫുൾ മാർക്ക് എഴുതുക. അതൊക്കെ കേവലം എന്നാണ് വളരെ ചെറിയ ഒരു ഫീസിന് 2,999 എന്ന് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു ഫീസിനാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അല്ല സാറേ, ഈ ഫീസ് അടച്ചിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഈ ഓണം ഓഫർ നിങ്ങൾക്ക് തരുന്നത് എന്താണ്? ചെറിയൊരു ഫീസിനാണ്. നമുക്കറിയാം കംപ്ലീറ്റ് സിലബസ് ഡിസംബർ 31 ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് സിലബസ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കും. ജനുവരി ഫെബ്രുവരിക്ക് ആയിട്ട് അതിന്റെ റിവിഷൻ നടത്തും. ഓക്കെ, അതേപോലെ തന്നെ റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, മെന്റർ സപ്പോർട്ട്, അതേപോലെ തന്നെ PYQ സെഷനുകൾ, സബ്ജക്ട് വൈസ് ക്ലബ്ബ്, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേവലം ചെറിയൊരു ഫീസിനാണ്. ഓർക്കുക, ഇതൊരു കൊല്ലത്തേക്കുള്ള ഫീസാണ്. അപ്പൊ ഫാസ്റ്റ് ട്രാക്കിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിലാണ് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ പല കുട്ടികളും ചോദിക്കാറുണ്ട് സാറേ, ക്ലാസ് 8ന്റെ ഈ നോട്ട്സുകൾ, സ്ലൈഡുകൾ, അതിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ എവിടെ കിട്ടും? ഇത് തികച്ചും ഫ്രീ ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് നമ്മളെ കമ്മ്യൂണിറ്റി ചാനലാണ്. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓണം നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? അടിപൊളിയായിട്ട് ഈ ഓണ പരീക്ഷ നമ്മൾ തൂക്കാൻ പോവാണ്. എജുപോർട്ടിന്റെ കൂടെ കട്ടയ്ക്ക് കൂടിക്കോ. ഗുഡ് ബൈ.